പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 950 വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീഅത്തുമായി ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് ഇറങ്ങിയതാകുന്ന പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ അതിതീഷ്ണമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. 950 വർഷം രാവും പകലും നിരന്തരമായി ദഅവത്ത് നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ബഹുമാനപ്പെട്ടവർ അവസാനം അല്ലാഹുവിനോട് അവരാധിപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന്റെ പാപം പൊറുപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു അത്രേ. ഇസ്തിഗ്ഫാർ ചൊല്ലണേ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തുദ്ധരിക്കുകയാണ്. ഇത് കേവലം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല, ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് ഹബീബായ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട കലാമാണ്. ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ്. ഇത് അവർക്കുള്ള വഴികാട്ടിയാണ്. അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ്, നമുക്കുള്ള പാഠപുസ്തകമാണ്, നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ്, നമുക്ക് നന്മയുടെ വഴിത്താരയാണ്, നമുക്ക് ആഖിറത്തിലേക്കുള്ള പ്രചോദനമാണ്, നമുക്ക് ആഖിറം രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ്. ആ ഖുർആനൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ, സഹോദരാ. ആ ഖുർആനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ. ആ ഖുർആനിതാ നിന്നെ മാടി വിളിക്കുകയാണ്. റബ്ബക്കും, നാം അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണവൻ, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണവൻ. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവാകുന്ന പടച്ച റബ്ബിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ. ഇന്നഹു കാന ഗഫാറാ. കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, റുഹൈബയാൻ കുടുംബാദികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഖുർആനിലൂടെ അല്ലാഹു പരിചയിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അല്ലാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ്. അവന് പാപം അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അവൻ കാരുണ്യവാനാണ്. അവന് റഹീമാണ്. തീർന്നില്ല. യുറസിലിസ് സമാ അലൈക്കും മിദ്റാറാ. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. നിങ്ങൾ അതിചൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ, വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലി നോക്ക്. ആകാശത്തിന്റെ അധിപനായ അല്ലാഹു വാനലോകത്ത് നിന്ന് ഇതാ സുന്ദരമായ കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. മിദ്റാറാ, കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അല്ലാഹു നൽകുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ.
മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, എനിക്ക് സമ്പത്തില്ല ഉസ്താദേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്, ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ്, 5 കൊല്ലമായി ജോലിയില്ല, 3 കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല, മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു, ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം, എല്ലാ നിലയ്ക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈ കൊറോണ എന്നെ തളർത്തി ഉസ്താദേ, ഒമിക്രോൺ കടന്നു വരുന്നു ഉസ്താദേ, സാമ്പത്തിക മാന്ദ്യം വല്ലാതെ കൂടുതലാണ്, ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ, ദുഃഖം പറയുന്നവരെ, ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ, ഖുർആൻ വിശദീകരിക്കുകയാണ്. ഖുർആനാണ് പറയുന്നത്. ഖുർആനിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹു വിശ്വാസമുള്ളവരെ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വാസമുള്ളവരെ, അവന്റെ അംബിയാ മുർസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ, ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്. വയുംദിദുകും ബിഅംവാൽ, അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുമേ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല, ഖുർആനാണ് വീണ്ടും ഓഫർ നൽകുന്നത്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും, നിനക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും, നിനക്ക് അല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും. മക്കളില്ലാതെ നടക്കുന്നവരെ, ഒരു സാലിഹായ പൊന്നുമോന് വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്രയെത്ര മസാറുകളിൽ നീ സിയാറത്ത് ചെയ്തോ, എത്രയെത്ര മഖാമുകളിൽ പോയി നേർച്ച നേർന്നോ, പക്ഷേ നിനക്ക് ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. ആ മഖാമുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോഴും നീ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഒരല്പസമയം നീ ചെലവഴിച്ചില്ല. മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ, അത് ദായിമാക്കിയാൽ, ആ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ മനക്ലേശങ്ങളും അല്ലാഹു നീക്കുന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ മഖറജാ, എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹു നീക്കുമേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, തീർന്നില്ല, ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീമിന്റെ മഹത്വമാണ്. പഠിച്ചു വെക്കണേ, ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ, ഇന്ന് മുതൽ ഈ മജ്ലിസിനെ നീ നിസ്സാരമായി കാണരുതേ. ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ്. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറാ, സ്വർഗീയമാകുന്ന അരുവികൾ അല്ലാഹു അവർക്ക് സമ്മാനിക്കുമേ, സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെ, ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് അല്ലാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുന്നതാണ്. അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ഖ് നൽകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്, നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ്, നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അല്ലാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ്. നിനക്ക് ആഹാരം അല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ്. തീർന്നില്ല, നിനക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ്. തീർന്നില്ല, അല്ലാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്. തീർന്നില്ല, അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ്. തീർന്നില്ല, ഈ ദുനിയാവിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയവനെ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അല്ലാഹു നൽകുമേ, സ്വർഗീയമാകുന്ന അരുവികളെ അല്ലാഹു സമ്മാനിക്കുമേ. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറാ.
അതിനാണ് സുബഹിക്ക് ശേഷം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. മനസ്സിലായി? അസ്തഗ്ഫിറുല്ലാഹൽ അദീമിന്റെ മഹത്വം ഇത് പഠിക്കണ ഈ ഉമ്മത്ത്. നമ്മളോർക്കോ ഇനിയിപ്പോ ഈ അസ്തഗ്ഫിറുല്ലാഹ് അതൊക്കെ എത്ര കേട്ടേക്കുന്നത്, എത്ര ചൊല്ലിയേക്കുന്നത്. പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ, ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ, ഗുണമേറെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അധികരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം. മുടങ്ങാൻ പാടില്ല. ഈ ദിക്റുകളൊന്നും മുടങ്ങാൻ പാടില്ല. ഓരോന്നും പറയാൻ നിന്നാൽ സമയം ഒരുപാട് എടുക്കും. എത്രയെത്ര ദിക്റുകളാണ്. നാഥനാകുന്ന റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നില്ലയോ, തൗബ ചെയ്യുന്നില്ലയോ? എന്താണ് ഇതിന്റെ മഹത്വം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ ഉത്ബോധനം നടത്തുകയാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. 950 വർഷം നിരന്തരമായി രാവും പകലും ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമായി മതനിയമങ്ങൾ കൊണ്ട് ശരീഅത്തുമായി ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് ഇറങ്ങിയതാകുന്ന പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ അതിതീഷ്ണമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. 950 വർഷം രാവും പകലും നിരന്തരമായി ദഅവത്ത് നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലീപരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ബഹുമാനപ്പെട്ടവർ അവസാനം അല്ലാഹുവിനോട് അവരാധിപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന്റെ പാപം പൊറുപ്പിച്ചെടുക്കാൻ പല രീതിയിലുള്ളതാകുന്ന പണികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു അത്രേ. ഇസ്തിഗ്ഫാർ ചൊല്ലണേ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം എടുത്തുദ്ധരിക്കുകയാണ്. ഇത് കേവലം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് മാത്രമുള്ളതാകുന്ന വചനമല്ല, ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് ഹബീബായ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട കലാമാണ്. ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ്. ഇത് അവർക്കുള്ള വഴികാട്ടിയാണ്. അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ്, നമുക്കുള്ള പാഠപുസ്തകമാണ്, നമുക്ക് വിജ്ഞാനം നുകരാനുള്ള വഴിയാണ്, നമുക്ക് നന്മയുടെ വഴിത്താരയാണ്, നമുക്ക് ആഖിറത്തിലേക്കുള്ള പ്രചോദനമാണ്, നമുക്ക് ആഖിറം രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ്. ആ ഖുർആനൊന്ന് തുറക്കണേ ചെറുപ്പക്കാരാ, സഹോദരാ. ആ ഖുർആനിന്റെ വഴികളിലേക്ക് ഒന്ന് കടന്നു വരണേ പെങ്ങളെ. ആ ഖുർആനിതാ നിന്നെ മാടി വിളിക്കുകയാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണവൻ, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ, ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവനാണവൻ. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവാകുന്ന പടച്ച റബ്ബിനോട് പാപമോചനത്തിന് അർത്ഥിക്കണേ. ഇന്നഹു കാന ഗഫാറാ,
കർണാടകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, റുഹൈബയാൻ കുടുംബാദികളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഖുർആനിലൂടെ അല്ലാഹു പരിചയിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അല്ലാഹു നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ്. അവന് പാപം അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അവൻ കാരുണ്യവാനാണ്. അവന് റഹീമാണ്. തീർന്നില്ല. യുറസിലിസ് സമാ അലൈക്കും മിദറാറാ. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. നിങ്ങൾ അതിചൂടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ, വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലി നോക്ക്. ആകാശത്തിന്റെ അധിപനായ അല്ലാഹു വാനലോകത്ത് നിന്ന് ഇതാ സുന്ദരമായ കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. മിദറാറാ, കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അല്ലാഹു നൽകുമേ എന്ന വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. വയുംദിദുകും ബിഅവാലിൻ വബനീൻ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, എനിക്ക് സമ്പത്തില്ല ഉസ്താദേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്, ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ്. 5 കൊല്ലമായി ജോലിയില്ല, 3 കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല, മക്കൾ വിദ്യാഭ്യാസം നുകരുന്നു, ഭാര്യയുടെ ചെലവുകൾ ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം, എല്ലാ നിലയ്ക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈ കൊറോണ എന്നെ തളർത്തി ഉസ്താദേ, ഒമിക്രോൺ കടന്നു വരുന്നു ഉസ്താദേ, സാമ്പത്തിക മാന്ദ്യം വല്ലാതെ കൂടുതലാണ്, ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്നൊക്കെ വിഷമം പറയുന്നവരെ, ദുഃഖം പറയുന്നവരെ, ഭർത്താവിനെ കുറിച്ചുള്ള സങ്കടം പറയുന്ന പെങ്ങളെ, ഖുർആൻ വിശദീകരിക്കുകയാണ്. ഖുർആനാണ് പറയുന്നത്. ഖുർആനിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹു വിശ്വാസമുള്ളവരെ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുള്ളവരെ, അവന്റെ അംബിയാ മുർസലീങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിഴലിക്കുന്നവരെ, ആ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്. വയുംദിദുകും ബിഅവാൽ, അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുമേ നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഖുർആനാണ് വീണ്ടും ഓഫർ നൽകുന്നത്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും, നിനക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും, നിനക്ക് അല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും. മക്കളില്ലാതെ നടക്കുന്നവരെ, ഒരു സാലിഹായ പൊന്നുമോന് വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്രയെത്ര മസാറുകളിൽ നീ സിയാറത്ത് ചെയ്തോ, എത്രയെത്ര മഖാമുകളിൽ പോയി നേർച്ച നേർന്നോ. പക്ഷേ നിനക്ക് ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. ആ മഖാമുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോഴും നീ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഒരല്പസമയം നീ ചെലവഴിച്ചില്ല. മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിന് അധികരിപ്പിച്ചാൽ, അത് ദായിമാക്കിയാൽ, ആ ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ മനക്ലേശങ്ങളും അല്ലാഹു നീക്കുന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ മഖറജാ, എല്ലാ മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും അല്ലാഹു നീക്കുമേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. തീർന്നില്ല. ഇസ്തിഗ്ഫാറിന്റെ മഹത്വമാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീമിന്റെ മഹത്വമാണ്. പഠിച്ചു വെക്കണേ. ഇന്ന് മുതൽ ചൊല്ലാതെ പോകരുതേ. ഇന്ന് മുതൽ ഈ മജ്ലിസിനെ നീ നിസ്സാരമായി കാണരുതേ. ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ നാവിലൂടെ പഠിപ്പിക്കുകയാണ്. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറാ,
സ്വർഗീയമാകുന്ന അരുവികൾ അല്ലാഹു അവർക്ക് സമ്മാനിക്കുമേ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെ, ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് അല്ലാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുന്നതാണ്. അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ഖ് നൽകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. നിന്റെ മനക്ലേശങ്ങളെല്ലാം അല്ലാഹു നീക്കുന്നതാണ്. നിന്റെ മനപ്രയാസങ്ങളുടെ കോട്ടകളെ അല്ലാഹു തകർത്ത് അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ്. നിനക്ക് ആഹാരം അല്ലാഹു നീ അറിയാത്ത മാർഗത്തിലൂടെ നൽകുന്നതാണ്. തീർന്നില്ല, നിനക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ്. തീർന്നില്ല, അല്ലാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്. തീർന്നില്ല, അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ്. തീർന്നില്ല, ഈ ദുനിയാവിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയവനെ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അല്ലാഹു നൽകുമേ. സ്വർഗീയമാകുന്ന അരുവികളെ അല്ലാഹു സമ്മാനിക്കുമേ. വയജഅൽ ലക്കും ജന്നാത്തി വയജഅൽ ലക്കും അൻഹാറാ. അതിനാണ് സുബഹിക്ക് ശേഷം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. മനസ്സിലായോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീമിന്റെ മഹത്വം ഇത് പഠിക്കണ ഈ ഉമ്മത്ത്. നമ്മളോർക്കോ ഈ അസ്തഗ്ഫിർ അതൊക്കെ എത്ര കേട്ടേക്കുന്നത്, എത്ര ചെല്ലിയേക്കുന്നത്. പക്ഷെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ, ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ചെല്ലിൻ, ഗുണമേറെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.